കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ റെജിയിലേക്കാണ്. ശ്രീ റെജി, ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലതാണ്. എന്താണ് ഒരു മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയുടെ ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്, അവരുടെ യഥാർത്ഥത്തിലുള്ള മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഒന്നുകൂടി നമ്മളൊന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നന്നായിരിക്കും. കെ എം ഷാജിയുടെ വാക്കുകൾ അങ്ങ് കഴിഞ്ഞ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കത്തിലുണ്ടായിരുന്നല്ലോ. കെ എം ഷാജി ആ രീതിയിലൊന്നുമല്ല പറഞ്ഞതെന്ന്. ഷാജി പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുവരാം. മുസ്ലിം ലീഗ് എന്ന പേര് പറഞ്ഞാണ്, മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതലാണ് പണിയെന്ന് പറഞ്ഞാണ്, അവർക്ക് കാവൽ നിൽക്കലാണെന്ന് പറഞ്ഞാണ്, അവരുടെ അവകാശങ്ങൾ അവർക്ക് പിടിച്ചു വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഈ പച്ചക്കടി ഞങ്ങൾ തോളിൽ വെച്ചതെങ്കിൽ ഒരുത്തന്റെ മുമ്പിലും മറയില്ലാതെ അത് പറയാൻ ഞങ്ങളുടെ നടുപ്പുറത്ത് നട്ടലുണ്ട്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. ഇതാണ് കെ എം ഷാജി പറഞ്ഞ വാക്കുകൾ. മതം തന്നെയാണ് പ്രശ്നം. ഞങ്ങൾ നിലകൊള്ളുന്നത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ്, അത് മാത്രമാണ് ഞങ്ങളുടെ അജണ്ട. അങ്ങ് ചർച്ചയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടിൽ നിന്നൊക്കെ പുറകോട്ട് പോയി എന്ന് ഈ അടുത്തിടെ വന്ന വാർത്തയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാനാവില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദം, അതിനെ തള്ളിപ്പറയാനാവില്ല. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആർക്കും തള്ളിപ്പറയാനാകില്ല. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടാലും അത് അല്ലാഹുവിൻ്റെ കണക്കിൽ അത് അങ്ങനെയല്ല. അല്ലാഹു ആണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നാണ് ഈ കാരക്കുന്നിൻ്റെ ഈ ഒരു പുസ്തകത്തിലൊക്കെ പറയുന്നത്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിക്കുന്ന മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. ആ മതരാഷ്ട്രവാദം അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട വെൽഫെയർ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ എന്ത് മതേതരത്വമാണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യമാണ്, അത് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അവിടെ വ്യക്തിപരമായിട്ട് നമുക്ക് ഏത് മതത്തിലും വിശ്വസിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ഇന്ത്യൻ ഭരണഘടന 100% വ്യക്തിപരമായിട്ട് ഏത് വിശ്വാസവും വെച്ച് പുലർത്താം, ഒരു തർക്കവുമില്ല. ഇന്ത്യയിലെ ഒരു കണക്കനുസരിച്ച് 43 ലക്ഷം മതവിഭാഗങ്ങളും അതിൻ്റെ ഉപവിഭാഗങ്ങളും ഇന്ത്യ മഹാരാജ്യത്തുണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏത് വിശ്വാസവും പുലർത്താം. പക്ഷേ നമ്മളൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഒരു ഐഡിയോളജിയുമായി മുന്നോട്ട് നിൽക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഐഡിയോളജി എന്താണ്, ലക്ഷ്യം എന്താണ്, അവരുടെ തത്വം എന്താണ്? അത് മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഉൾക്കാഴ്ച, അതിലെ വാല്യൂസിനെ ഉൾക്കൊള്ളുന്നവർ മാത്രമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നത്. വ്യക്തിപരമായിട്ട് നമുക്ക് ഏത് വിശ്വാസത്തിലും ഉൾപ്പെടാം. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ എന്താണ് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ BJPയുടെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്, ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം വോട്ടുകളാണ്. മുസ്ലിം വോട്ടുകൾ മാത്രമല്ല ഈ കേരളത്തിലുള്ളത്, മറ്റ് മതവിഭാഗങ്ങളുണ്ട്. അപ്പോൾ ന്യൂനപക്ഷത്തെ ഒന്നാകെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏത് വിധേനയും ഇനി 10 വർഷത്തിനപ്പുറത്തേക്ക് ഇനി ഒരു ഭരണം ഇല്ലാതെ മുസ്ലിം ലീഗിന് നിൽക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യമുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഈ UDF-ന്റെ പാലത്തിന് പുറകിൽ. UDF-നെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അത് മുസ്ലിം ലീഗിന് ഗുണകരമായിരിക്കാം, പക്ഷേ നിങ്ങൾ മതേതര സ്വഭാവം നടിക്കുന്ന കോൺഗ്രസിന് അത് എത്രത്തോളം ഗുണകരമാകും? താങ്കൾ അക്കാര്യം ഒന്ന് ചിന്തിക്കൂ. നോക്കൂ, ഈ ജനാധിപത്യ പ്രക്രിയയുടെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനമാണ്. എല്ലാ മതവിശ്വാസികളെയും അതിൽ ചേർത്ത് നിർത്തും. അത് ഏതെങ്കിലും ഒരു മതവിശ്വാസ വിഭാഗത്തിൻ്റെ മാത്രം പാർട്ടിയല്ല. എല്ലാ മതവിഭാഗങ്ങളും, അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ വിഭാഗപ്പെട്ടവരും ഹിന്ദുക്കളും എല്ലാ അതിൻ്റെ ഉപവിഭാഗങ്ങളും എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തി അവരുടെ വിഭജന രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ രാജ്യത്തെ വിഭജന രാഷ്ട്രീയം ആരാണ് നടപ്പിലാക്കിയത് എന്നതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമ്മുടെ സമയം തീരുന്നു. ശ്രീ റെജി പ്ലീസ്. ഡോക്ടർ കെ ജയപ്രസാദ്, ഇവിടെ വിഭജന രാഷ്ട്രീയം ഭാരതത്തിൽ നടപ്പിലാക്കിയത് ആരാണ് എന്നതുകൂടി പറഞ്ഞു വെച്ചാലേ ഇപ്പോൾ ഈ 2026-ൽ എത്തി നിൽക്കുന്ന ഭാരതത്തെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് കൂടി പറഞ്ഞു പോകേണ്ടതുള്ളൂ. അല്ല, ഈ കേരളത്തിലെ മുസ്ലിം ലീഗിനോടുള്ള സമീപനത്തിൽ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം
ഇടതുപക്ഷത്തിലെ പിണറായി വിജയൻ്റെ വിഭാഗം അതായത് നമ്മുടെ MP രാഘവൻ്റെ കാലഘട്ടം മുതൽ അദ്ദേഹം ഈ മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ പിന്നീട് പുറത്തു പോകേണ്ടത്. പിന്നീട് അച്യുതാനന്ദൻ്റെ വിഭാഗവും CPIയും എതിർത്തത് കൊണ്ട് മാത്രമാണ് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്ത് വരാത്തത്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഒരു ഹങ് അസംബ്ലിയിലായിരിക്കും പോകുന്നത്. ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ഇടതുമുന്നണിക്കും അതിന് മുൻതൂക്കമുണ്ടെങ്കിലും മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരുമെന്നൊരു യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടത്, നേരത്തെ ജലീൽ എന്ന് പറഞ്ഞല്ലോ, ഈ വേങ്ങര മണ്ഡലത്തിൽ 2021 തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്, അതായത് SDP സ്വതന്ത്രനായിട്ട് ഏതാണ്ട് 11,000-ഓളം വോട്ട് വാങ്ങിയ ആളാണ് സബാഹ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മാറി. അതേസമയം അതേ SDPI മഞ്ചേശ്വരത്ത് ചെല്ലുമ്പോഴത്തേക്കും കോൺഗ്രസ് പക്ഷത്താണ് നിൽക്കുന്നത്. അപ്പം കേരളത്തിലെ SDPIയുടെ നിലപാടുകളെ ഇടതുപക്ഷവും വലതുപക്ഷവും അവരവരുടെ ആവശ്യത്തിന് അനുയോജ്യമായ രീതി നമ്മൾ ഉപയോഗിക്കുകയും എന്നാൽ പരസ്യമായിട്ട് അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നില്ല. ഇപ്പം ഇന്നത്തെ ദിവസം ഈ ചർച്ചയ്ക്ക് തന്നെ കാരണമായത് നമ്മുടെ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും എടുത്ത നിലപാടുകളാണ്. അതായത് PDP എന്ന് പറയുന്നത് അവരുടെ എല്ലാ തെറ്റുകളും തിരുത്തി ഇന്ന് മതേതര ദേശീയ പ്രസ്ഥാനമാക്കി സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് MA ബേബി പത്രസമ്മേളനം നടക്കുന്നു. മുഖ്യമന്ത്രിക്ക് SDPയോടുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു RSSനെ കുറിച്ച് പറയുമ്പോൾ ഈ സമീപനമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ RSSനെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ എതിർക്കാം. അപ്പോൾ അതായത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് RSS എന്നുള്ളൊരു ഉമ്മാക്കി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ വൈകുന്നേരത്തെ ചർച്ചകളൊക്കെ തന്നെ RSS നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം VD സതീശൻ്റെ ഓരോ പത്രസമ്മേളനത്തിൽ അദ്ദേഹം RSSനെ ഉപയോഗിക്കുന്നത് തങ്ങളാണ് ഹിന്ദു വർഗീയതയെ അല്ലെങ്കിൽ RSSനെ എതിർക്കുന്നതിൽ മുന്നിലാണ് എന്ന് സ്ഥാപിക്കാൻ കേരളത്തിലെ സമയക്കുറവ് കൊണ്ടാണ് ശ്രീ KV ഹരിദാസ് അങ്ങയിലേക്കൊന്ന് എത്തി ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് BJPയെ തടയിലാണ്. ഇപ്പോൾ 2001-ലും 2006-ലും ഒക്കെ RSSന്റെ സഹായം തേടിയ VD സതീശനാണ് ഇപ്പോൾ ഈ ഹിന്ദു ഭീകരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുന്നത്. ഈ മഞ്ചേശ്വരം മുതൽ മലമ്പുഴ, ചാത്തന്നൂർ, നേമം, കഴക്കൂട്ടം, അങ്ങനെ പാലക്കാട് ഈ സീറ്റുകളിലൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു ജിഹാദി ഇടപെടൽ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അതിനെ വിളിക്കേണ്ടത്. ജിഹാദി ഇടപെടൽ കാണുകയാണ്. എന്താണ് അങ്ങേക്ക് ഈ ചർച്ചയിൽ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്? അല്ല, എന്തെല്ലാം ജിഹാദി കൂട്ടുകെട്ടുണ്ടായാലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ ജിഹാദി ശക്തികളും ഒന്നിച്ചെതിർത്തിട്ടും നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നില്ലേ? അതേപോലുള്ള ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളം കാതോർത്തിരിക്കുകയാണ്. ഇവരുടെ ഈ കള്ള കൂട്ടുകെട്ടുണ്ടല്ലോ, രാഷ്ട്രീയ അധപ്പതിച്ച രാഷ്ട്രീയമായ തകർന്ന ഒരു എന്താ പറയുക, ആ ഒരു തരത്തിലുള്ള കൂട്ടുകെട്ട് അതിനെ കേരള ജനത തിരിച്ചറിയുന്നുണ്ട്. അതിനെതിരായിട്ടായിരിക്കും ഈ 2026 ജനവിധി. ജയപ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇത്തവണ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കേരളത്തിൽ BJPക്ക് NDAക്ക് വലിയ വിജയവും ഉണ്ടാകും. അതിന് നമുക്ക് കാത്തിരിക്കാം. കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ എന്നതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മതന്യൂനപക്ഷ പ്രീണനത്തിനായി ഇടത് വലത് മുന്നണികൾ കൈകോർക്കുമ്പോൾ ഇവിടെ ഹൈന്ദവ ജനവിഭാഗം എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം. കാരണം ഇടത് വലത് മുന്നണികളിലും ഹൈന്ദവ വോട്ടുകളുണ്ട്. പക്ഷേ മുസ്ലിം വോട്ടുകൾക്ക് പിന്നാലെ പായുമ്പോൾ ഈ വർഗീയ ശക്തികൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നോ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ UDFന്, PDP SDPI പിന്തുണ CPMന്, മഞ്ചേശ്വരത്ത് PDP SDPI വെൽഫെയർ പാർട്ടികൾ എല്ലാവരും ചേർന്നുകൊണ്ട് NDA സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നോക്കുകയാണ്. തീവ്രവർഗീയ കൂട്ടുകെട്ട് BJPക്കെതിരെ എന്നതാണ് ഈ മണിക്കൂറിൽ ഉയർന്നു വരുന്നത്.